നമസ്കാരം, KMC ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അവകാശ സമര പോരാട്ടങ്ങളുടെ സ്മരണകളുമായി നാടെങ്ങും തൊഴിലാളി ദിനാചരണം. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ റാലികളും പൊതുസമ്മേളനങ്ങളും. കടുത്ത വേനൽ ചൂടിൽ പൊതുജനങ്ങൾക്ക് ആശ്വാസവുമായി കഞ്ഞിക്കുഴി പഞ്ചായത്ത്. കഞ്ഞിക്കുഴിയിൽ ന്യായവില കുടിവെള്ള പാർലർ തുറന്നു. മരങ്ങളെയും അതുവഴി മനുഷ്യരെയും സ്നേഹിക്കുന്നവരായി പുതിയ തലമുറ മാറണമെന്ന് ചലച്ചിത്ര താരം അനൂപ് ചന്ദ്രൻ. ആലപ്പുഴ വണ്ടാനത്ത് വാഹനാപകടത്തിൽ 2 ജീവൻ പൊലിഞ്ഞു. മരിച്ചത് ചേർത്തല അരീപ്പറമ്പ് സ്വദേശികളായ യുവാവും യുവതിയും. വിശദമായ വാർത്തകളിലേക്ക്. അവകാശ സമര പോരാട്ടങ്ങളുടെ സ്മരണകളുമായി നാടെങ്ങും തൊഴിലാളി ദിനാചരണം നടന്നു. ചേർത്തലയിൽ ഇടതുപക്ഷ തൊഴിലാളി സംഘടനകൾ സംയുക്തമായാണ് മെയ് ദിനാചരണം സംഘടിപ്പിച്ചത്. സാർവദേശീയ തൊഴിലാളി ദിനാചരണത്തിന്റെ ഭാഗമായി CITU, AITUC, TUCI, KTUC എന്നീ സംഘടനകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ചേർത്തലയിൽ പ്രകടനവും സമ്മേളനവും ചേർന്നത്. CITU ദേശീയ കൌൺസിൽ അംഗം R. നാസർ ഉദ്ഘാടനം ചെയ്തു. സംഘടനാ ഭാരവാഹികളായ P. ഷാജിമോഹൻ, K. ഉമയാക്ഷൻ, KV ഉദയഭാനു, വർക്കി പുന്നക്കൽ, അഡ്വക്കേറ്റ് K. പ്രസാദ്, MC സിദ്ധാർത്ഥൻ, NR ബാബുരാജ്, B. വിനോദ്, VT ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മെയ് ദിനാചരണത്തിന്റെ ഭാഗമായി ചേർത്തല നഗരത്തിൽ INTUCയുടെ നേതൃത്വത്തിലും മെയ് ദിന റാലി സംഘടിപ്പിച്ചു. INTUC ജില്ലാ ജനറൽ സെക്രട്ടറി PR സജീവിന്റെ നേതൃത്വത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച ജാഥ ചേർത്തല മാർക്കറ്റ് ജംഗ്ഷൻ സമീപമാണ് സമാപിച്ചത്. തുടർന്ന് നടന്ന സമ്മേളനം ചേർത്തലയിലെ UDF സ്ഥാനാർത്ഥിയും KPCC നിർവാഹക സമിതി അംഗവുമായ KR രാജേന്ദ്രപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി സജി കുര്യാക്കോസ്, INTUC നേതാക്കളായ സോമകുമാർ, കല്ലാപ്പുറം സാബു, G. വിശ്വംഭരൻ നായർ, രാജേഷ് തോട്ടത്തറ തുടങ്ങിയവർ നേതൃത്വം നൽകി. ലോകസമാധാനം പുലരട്ടെ, ലോകസമാധാനം പുലരട്ടെ, ലോകസമാധാനം പുലരട്ടെ. ആലപ്പുഴയിൽ ഇടത് തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന റാലിയിലും പൊതുസമ്മേളനത്തിലും 100 കണക്കിന് വരുന്ന തൊഴിലാളികളാണ് പങ്കെടുത്തത്. ആലപ്പുഴയിൽ വിവിധ ഇടത് തൊഴിലാളി സംഘടനകൾ സംയുക്തമായാണ് സാർവദേശീയ തൊഴിലാളി ദിനം ആചരിച്ചത്. ദിനാചരണത്തിന്റെ ഭാഗമായി ആലപ്പുഴ മുല്ലക്കിൽ നിന്നാരംഭിച്ച പ്രകടനത്തിൽ നിരവധി തൊഴിലാളികളാണ് പങ്കെടുത്തത്. തുടർന്ന് മുനിസിപ്പൽ ടൗൺ ഹാളിന് സമീപം നടന്ന സമ്മേളനം AITUC സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു. അത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ള ILOയുമായി ബന്ധപ്പെട്ട സംവിധാനത്തിലും ഒപ്പുവെച്ചിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. പക്ഷെ ഇവിടെ 8 മണിക്കൂർ എന്നുള്ളത് മാറി 10 മണിക്കൂറും 12 മണിക്കൂറും എന്നുള്ള തരത്തിലേക്ക് തൊഴിൽ സമയം മാറുന്ന ഭയാനകമായ ഒരു അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് എന്ന് നമ്മൾ ബോധ്യപ്പെടേണ്ടതുണ്ട്. ചിക്കാഗോയിലെ തൊഴിലാളികൾ പോരാട്ടം നടത്തി. പിന്നീട് 2ാം ഇന്റർനാഷണൽ തന്നെ ആ ദിനം സാർവദേശീയ തൊഴിലാളി ദിനമായി അംഗീകരിച്ച് ഒട്ടനേകം രാജ്യങ്ങൾ അത് പൊതുവധിയായി അംഗീകരിച്ച് ആ പോരാട്ടത്തിന് വലിയ അംഗീകാരം ലോകം നൽകിയ ഒരു സാഹചര്യമാണ്. അന്ന് റെയിൽവേയിലും ഖനികളിലും മറ്റ് മേഖലകളിലെല്ലാം പണിയെടുക്കുന്ന തൊഴിലാളികൾ 8 മണിക്കൂറല്ല, 10 മണിക്കൂറല്ല, 12 മണിക്കൂറല്ല, അതിനേക്കാൾ കൂടുതൽ സമയം അടിമകളെ പോലെ പണിയെടുക്കേണ്ടി വന്നിരുന്ന സാഹചര്യം. CITU ജില്ലാ പ്രസിഡന്റ് H. സലാം MLA അധ്യക്ഷത വഹിച്ചു. വിവിധ യൂണിയൻ നേതാക്കളായ P. ഗാനകുമാർ, അഡ്വക്കേറ്റ് V. മോഹൻദാസ്, VS മണി, DP മധു, സലിം ബാബു, KN ജയറാം, വിനോദിനി തുടങ്ങിയവരും സംസാരിച്ചു. ആലപ്പുഴ വണ്ടാനത്ത് വാഹനാപകടത്തിൽ 2 പേരുടെ ജീവൻ പൊലിഞ്ഞു. ചേർത്തല അരീപ്പറമ്പ് സ്വദേശികളായ അഖിൽ കൃഷ്ണ, അച്ചു S. ദാസ് എന്നിവരാണ് മരിച്ചത്. ആലപ്പുഴ ദേശീയപാതയിൽ വണ്ടാനത്ത് ഇന്നലെ രാത്രി 11:50 അപകടം നടന്നത്. മാർത്താണ്ഡത്ത് 3ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് അച്ചു S. ദാസ്. പെൺകുട്ടിയെ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചേർത്തലയിലെ വീട്ടിലേക്ക് അയൽവാസിയായ സുഹൃത്ത് ബൈക്കിൽ കൂട്ടിക്കൊണ്ടു പോകുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചത്. ദേശീയപാതയിൽ നിന്ന് സർവീസ് റോഡിലേക്ക് തിരിയുമ്പോൾ ലോറി തട്ടിയാണ് അപകടം സംഭവിച്ചത്. അപകട സ്ഥലത്ത് വെച്ച് തന്നെ പെൺകുട്ടി മരിച്ചു. അപകടം പറ്റിയ യുവാവിനെ ഉടനെ തന്നെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും അവിടെ വെച്ച് മരണം സംഭവിക്കുകയായിരുന്നു. പുന്നപ്ര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അർത്തുങ്കൽ അരീപ്പറമ്പിൽ കളത്തിപ്പറമ്പിൽ ബിനുവിന്റെ മകനാണ്
മകനാണ് 22 വയസ്സുകാരനായ അഖിൽ കൃഷ്ണ. ചേർത്തല കുറുപ്പംകുളങ്ങര മട്ടുമവെളിയിൽ സുനിൽദാസിന്റെ മകളാണ് 20 വയസ്സുകാരിയായ അച്ചു എസ് ദാസ്. മരങ്ങളെയും അതുവഴി മനുഷ്യരെയും സ്നേഹിക്കുന്നവരായി പുതിയ തലമുറ വളരണമെന്ന് സിനിമാ നാടക നടൻ അനൂപ് ചന്ദ്രൻ. ബാലവേദി വൈക്കം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബാലോത്സവം വൈക്കം ആശ്രമ സ്കൂളിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ടായിരുന്നു പുതുതലമുറയ്ക്കുള്ള അനൂപ് ചന്ദ്രന്റെ സന്ദേശം. അതുകൊണ്ട് ഇതിന്റെ സംഘാടകരോട് എന്റെ എളിയ അഭ്യർത്ഥന, ഈ കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സ്കൂളിലും ഇപ്രാവശ്യം മാർക്ക് ലിസ്റ്റ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടിയുടെ ഫ്ലക്സ് അല്ലെങ്കിൽ ഒരു നല്ല പോസ്റ്റർ നിങ്ങൾ ആ പ്രദേശം മുഴുവൻ ഒട്ടിച്ച് ആ കുട്ടിക്ക് ഒരു അംഗീകാരം കൊടുക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഓരോ കുട്ടിയുടെയും മികച്ച കുട്ടികളുടെ പടങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ താഴെ അവരുടെ മാർക്കുകൾ കൂടെ രേഖപ്പെടുത്തിയ പോസ്റ്റർ വെച്ചാൽ ആ കുട്ടികളെയൊക്കെ നമുക്ക് അംഗീകരിക്കാനും ബഹുമാനിക്കാനും തോന്നും. എ എന്ന വാക്ക് തന്നെ കുറെ കാലം മുമ്പ് ഒരു ചീത്ത വാക്കായിരുന്നു. അതിലാണ് ഇന്ന് സ്കൂളിലെ കുട്ടികൾ ഒന്ന് ആലോചിച്ചു നോക്കുക. അപ്പൊ അതുകൊണ്ട് A+ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് മലയാളക്കരയുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ആ ഒരു മാർക്ക് സമ്പ്രദായം ഉണ്ടാക്കിയ ദുരന്തം ചെറുതല്ല. സംഘാടക സമിതി പ്രസിഡന്റ് ഡി രഞ്ജിത് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കുട്ടികളായ ഏഞ്ചൽ, സുഭാഷിണി, യദു കൃഷ്ണ എന്നിവരെ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. തുടർന്ന് പുന്നപ്ര ജ്യോതികുമാറിന്റെ നേതൃത്വത്തിൽ വിവിധ വിഷയങ്ങളിൽ ക്ലാസും നടന്നു. കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി. ആലപ്പുഴയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് നേഴ്സ് മരിച്ചു. നീർക്കുന്നം സ്വദേശിനിയായ ആര്യമോളാണ് മരിച്ചത്. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് 19 വാർഡ് നീർക്കുന്നം കളത്തിൽ വിജയൻ അമ്പിളി ദമ്പതികളുടെ മകൾ ആര്യമോളാണ് മരിച്ചത്. 26 വയസ്സായിരുന്നു. വിദേശത്ത് ജോലിക്ക് പോകാനായി ആര്യ ബാംഗ്ലൂരിലെ ജോലി രാജിവെച്ച് 2 മാസം മുൻപാണ് നാട്ടിലെത്തിയത്. 1 മാസം മുമ്പ് രോഗലക്ഷണങ്ങൾ കണ്ടതോടെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ചികിത്സ തേടി. പിന്നീട് ഡിസ്ചാർജായി വന്ന ശേഷം വീണ്ടും രോഗലക്ഷണങ്ങൾ കണ്ടതോടെ പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിലും ഒരാഴ്ചയോളം ചികിത്സയിൽ കഴിഞ്ഞിരുന്നു. രോഗം കൂടിയതോടെ യുവതിയെ പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്ന ആര്യ വെള്ളിയാഴ്ച രാവിലെയോടെയാണ് മരിച്ചത്. ക്ഷത്രിയ ക്ഷേമസഭയുടെ 43ാം സംസ്ഥാന സമ്മേളനം ചേർത്തലയിൽ വെച്ച് നടന്നു. മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ചേർത്തല ഹിൽ ടോപ്പ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന ക്ഷത്രിയ ക്ഷേമസഭയുടെ 43ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. ആ പ്രവർത്തനങ്ങൾ ഇന്ന് നിങ്ങൾ അംഗങ്ങളും നിങ്ങൾ ചുമതലക്കാരുമായിരിക്കുന്ന ക്ഷത്രിയ ക്ഷേമസഭയിലേക്ക് എത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചു എന്നുള്ളത് ഇത്തരണത്തിൽ പ്രത്യേകം സ്മരണീയമായ ഒരു കാര്യമാണ്. തങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ട ഈ വിഭാഗത്തിൽ നിൽക്കുന്ന ഈ ജനവിഭാഗത്തിൽ ഉൾപ്പെടുന്ന ആളുകൾ എല്ലാ അർത്ഥത്തിലുള്ള ഉന്നമനം എന്നതായിരുന്നു ക്ഷത്രിയ ക്ഷേമസഭ അന്ന് ലക്ഷ്യം വെച്ചിരുന്നത്. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എം ലളിതാംബിക അധ്യക്ഷത വഹിച്ചു. സംഘടനാ ഭാരവാഹികളായ പ്രൊഫസർ KNS ശർമ്മ, മധുകുമാർ വർമ്മ, PK രഘുവർമ്മ, അജിത് രാമവർമ്മ, PR ഹരികൃഷ്ണവർമ്മ തുടങ്ങിയവർ സംസാരിച്ചു. കടുത്ത വേനൽ ചൂടിൽ ജനങ്ങൾക്ക് ആശ്വാസമേകാൻ കഞ്ഞിക്കുഴിയിൽ ന്യായവില കുടിവെള്ള പാർലർ തുറന്നു. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് കാർഷിക കർമ്മസേനയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ന്യായവില കുടിവെള്ള പാർലറിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് M സന്തോഷ് കുമാർ നിർവഹിച്ചു. അടുത്ത വേനലിൽ വെള്ളം അനിവാര്യമാണ്, കുടിവെള്ളം അനിവാര്യമാണ്. കുടിവെള്ളം കൃത്യമായി ശരീരത്തിൽ ചെന്നില്ല എങ്കിൽ വലിയ ദോഷവശങ്ങളാണ് നമുക്ക് ഉണ്ടാകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾക്ക് മിതമായ നിരക്കിൽ കുടിവെള്ളം നൽകുന്ന ഒരു പദ്ധതിക്കാണ് ഇന്നിവിടെ ന്യായവില കുടിവെള്ള പാർലർ എന്ന പേരിൽ കഞ്ഞിക്കുഴിയിലെ കർമ്മസേന തുടക്കം കുറിക്കുന്നത്. ഞങ്ങൾക്കേറെ സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. കാർഷിക മേഖലയിൽ മാത്രമല്ല, പൊതുജനങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും കർമ്മസേനയ്ക്ക് ഇടപെടാൻ കഴിയുമെന്നത് ഇവിടെ ഇപ്പോൾ കാണിക്കുകയാണ്. മാർക്കറ്റുകളിലും കടകളിലുമൊക്കെ 20 രൂപയാണ് 1 ലിറ്റർ കുപ്പിവെള്ളത്തിന് ഇന്നിപ്പോൾ കമ്പനി കുപ്പിവെള്ളത്തിന് വാങ്ങുന്നത്. അതേ കമ്പനി കുപ്പിവെള്ളം തന്നെ ലാഭമൊന്നും എടുക്കാതെ നമുക്ക് ലഭിക്കുന്ന വിലയ്ക്ക് 10 രൂപ നിരക്കിൽ 1 ലിറ്റർ കുപ്പിവെള്ളം 10 രൂപ നിരക്കിൽ കമ്പനി കുപ്പിവെള്ളം നൽകുന്ന ഒരു പദ്ധതിയാണ് ന്യായവില കുടിവെള്ള പാർലർ. കണ്ണാർകാട് കർമ്മസേന ഓഫീസിന് മുൻവശമാണ് പാർലർ പ്രവർത്തിക്കുന്നത്. കമ്പനികളുടെ കുപ്പിവെള്ളം മിതമായ വിലയ്ക്ക് ഇവിടെ നിന്ന് ആവശ്യക്കാർക്ക് വാങ്ങാൻ കഴിയും. 1 ലിറ്ററിന്റെ കുപ്പിവെള്ളം 10 രൂപ നിരക്കിലാണ് വിൽപ്പന നടത്തുന്നത്. കർമ്മസേന പ്രസിഡന്റ് V ശശിധരൻ അധ്യക്ഷത വഹിച്ചു. കൺവീനർ G ഉദയപ്പൻ, PT ശശിധരൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലജിത തിലകൻ, സ്ഥിരം സമിതി അധ്യക്ഷൻ G മുരളി, സജിത ബൈജു, കർഷകൻ സാനു, ശൈല മനോഹരൻ തുടങ്ങിയവരും സംസാരിച്ചു. വയലാർ ഗ്രാമപഞ്ചായത്തിൽ സൂര്യകാന്തി കൃഷിക്ക് തുടക്കമായി. തൈനടീലിന്റെ ഉദ്ഘാടനം കൃഷിവകുപ്പ് മന്ത്രി P പ്രസാദ് നിർവഹിച്ചു. ഈ പ്രദേശത്തെ കർഷകരെ, നമ്മുടെ ആദരണീയരായ സഹോദരിമാരെല്ലാം ചേർത്തുകൊണ്ട് ഒരു പൂപ്പാടം
ഒരുക്കുന്നു എന്നുള്ളത് വലിയ പ്രത്യേകതയുള്ള കാര്യമാണ്, സന്തോഷകരമായ കാര്യമാണ്. സൂര്യകാന്തി പൂക്കൾ നമുക്ക് ചിത്രങ്ങളിൽ മാത്രം കണ്ടുള്ളൊരു അനുഭവമേ പണ്ടുണ്ടായിരുന്നു. നമ്മുടെ മണ്ണിൽ ഇത് കൃഷി ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള, കൃഷിയല്ല, നമ്മുടെ മണ്ണിൽ ഈ തൈ നട്ടാൽ വളരുമോ, അത് പൂക്കുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ പലർക്കും ഉണ്ടായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ MG നായരുടെ നേതൃത്വത്തിൽ ഒരുക്കി എന്നുള്ളത് നമുക്കെല്ലാം ഉള്ളൊരു അനുഭവമാണ്. ആ അനുഭവമാണ് ഇന്നിവിടേക്കും മനോഹരമായൊരു പ്ലോട്ടാണ്. നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ സൂര്യകാന്തി തൈകൾ നമുക്ക് നട്ടു വളർത്താൻ പറ്റുന്ന ഒരിടമാണ് ഇവിടം. അതുകൊണ്ട് മുൻപുണ്ടായതിനേക്കാൾ ഏറ്റവും മനോഹരമായ ഒരു പൂപ്പാടം ഇവിടെ ഒരുക്കാൻ കഴിയുക തന്നെ ചെയ്യും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു മുരളി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് MG നായർ, ജില്ലാ പഞ്ചായത്ത് അംഗം സന്ധ്യ ബെന്നി, ജനപ്രതിനിധികളായ അഖിൽ കൃഷ്ണ, ലീന രാധാകൃഷ്ണൻ, സേതുലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരളയുടെ വൈക്കം യൂണിറ്റ് വാർഷികവും കുടുംബസംഘവും നടന്നു. സംഘടനയിലെ ഏതൊരംഗം മരണപ്പെട്ടാലും 10 ദിവസത്തിനുള്ളിൽ തന്നെ 10 ലക്ഷം രൂപ കൈമാറുന്ന കേരളത്തിലെ തന്നെ ഏക സംഘടനയാണ് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരളയെന്ന് വൈക്കം യൂണിറ്റ് വാർഷികവും കുടുംബസംഗമവും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസ്ഥാന പ്രസിഡന്റ് KG ഗോപകുമാർ പറഞ്ഞു. സംവിധാനത്തിന് രൂപം കൊടുത്തു. അത് എറണാകുളത്ത് മാത്രമല്ല, ഇത് പോരാ, സംസ്ഥാന വ്യാപകമായി ചെയ്യണമെന്ന് കണ്ടപ്പോൾ 88ലും 89ലും കോട്ടയം ഉൾപ്പെടെയുള്ള ഇതര 13 ജില്ലകളിലും സഞ്ചരിച്ചു. കോഴിക്കോടും കണ്ണൂരും മലപ്പുറവും തൃശ്ശൂരും ഒക്കെ പറഞ്ഞു. ഞാൻ കുറെ മുതലാളിമാരുടെ സംഘടനയുണ്ട്, വർക്ക്ഷോപ്പ് ഉടമകളുടെ ചെറിയ ചെറിയ കൂട്ടായ്മകളുണ്ട്. ഞങ്ങൾക്ക് അത് മതി. അതിനപ്പുറത്തേക്ക് നാം ഇരിക്കുന്ന വേദിയിലേക്ക് നമ്മുടെ തൊഴിലാളിയെ ചേർത്ത് നിർത്തുകൊണ്ട് ഒരു സംവിധാനത്തിന് ഞങ്ങളില്ല. അന്നും ഈ സംഘടനയുടെ ലക്ഷ്യം ഈ സംഘടനയിൽ പണിയെടുക്കുന്ന സാധാരണ തൊഴിലാളികളെ അവരെ സംരക്ഷിക്കാനാണ് കഴിയേണ്ടത്, വർക്ക്ഷോപ്പ് ഉടമകളെ അല്ല. എന്നാൽ ഈ രണ്ട് വിഭാഗത്തെയും ഒന്നിച്ചു ചേർത്ത് നിർത്തുവാൻ നമുക്ക് കഴിയണം. ആ ഒരു സംവിധാനത്തിലേക്ക് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിച്ചു വെച്ച നമ്മുടെ പൂർവികർ അതിന് നിദാനമായ ഓരോ പ്രവർത്തനങ്ങളും ഓരോ വർഷവും അതിനുശേഷം നമ്മുടെ കോട്ടയം ശ്രീ ടോമി തോമസ് സംസ്ഥാന പ്രസിഡന്റായിട്ട് ചെല്ലുന്നു. ഈ സംഘടനയ്ക്ക് ഏറ്റവും വലിയ ദിശാബോധം നൽകിക്കൊണ്ട് വരാൻ പോകുന്ന കാലങ്ങളിൽ നമുക്ക് വരാൻ പോകുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകളെ പറ്റി മുൻകൂട്ടി കണ്ടുകൊണ്ട് പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു രൂപ നമ്മുടെ അംഗങ്ങൾക്ക് ഒരു മരണം സംഭവിച്ചാൽ രോഗാവസ്ഥയിൽ കിടന്നാൽ കൊടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ നിങ്ങളുടെ കാശ് തന്നെ സമാഹരിച്ചുകൊണ്ട് നമുക്കൊരു പദ്ധതി രൂപീകരിക്കണമെന്ന് സ്വപ്നം കണ്ടത് ശ്രീ ടോമി തോമസ് സാറാണ്. യൂണിറ്റ് പ്രസിഡന്റ് TR അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി PL ജോസ്മോൻ മുഖ്യപ്രഭാഷണവും നടത്തി. ജില്ലാ പ്രസിഡന്റ് AR രാജൻ, ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു, ട്രഷറർ PG ഗിരീഷ്, യൂണിറ്റ് സെക്രട്ടറി KD അനീഷ് കുമാർ, സജീവ് ഫ്രാൻസിസ്, ബിജീഷ് കുമാർ തുടങ്ങിയവരും സംസാരിച്ചു. വൈക്കം തോട്ടകം വാഴക്കാട് ശ്രീ മഹാവിഷ്ണു അനന്തശയന ക്ഷേത്രത്തിൽ നടന്ന അഷ്ടബന്ധ നവീകരണ കലശം ഭക്തി നിർഭരമായി. കേരളത്തിൽ അത്യപൂർവമായി കാണുന്ന മഹാവിഷ്ണു അനന്തശയന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തോട്ടകം വാഴക്കാട് ശ്രീ മഹാവിഷ്ണു അനന്തശയന ക്ഷേത്രം. ക്ഷേത്രം തന്ത്രി മോഴിക്കോട് ഹംസാനന്ദൻ തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. രാവിലെ 10നും 11നും മധ്യയുള്ള മുഹൂർത്തത്തിൽ അഷ്ടബന്ധ ലേപനം, തുടർന്ന് അഷ്ടബന്ധ നവീകരണ കലശാഭിഷേകം, വിശേഷാൽ പൂജ, ശ്രീഭൂതബലി തുടങ്ങിയവയും നടന്നു. ക്ഷേത്ര ഭാരവാഹികളായ രാജു R, M സനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ആഞ്ഞിലിച്ചുവട് കുമാരനാശാൻ മെമ്മോറിയൽ SNDP ശാഖയിൽ ഗുരുദേവ വിഗ്രഹ പ്രതിഷ്ഠയും ശാഖാമന്ദിരത്തിന്റെ ഉദ്ഘാടനവും നടന്നു. ശാഖാ ചെയർമാൻ അഡ്വക്കേറ്റ് PP ബൈജുവിന്റെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനത്തിൽ ഗുരുദേവ വിഗ്രഹത്തിന്റെ പ്രതിഷ്ഠാകർമ്മം ബ്രഹ്മശ്രീ കൊല്ലപ്പള്ളി ഗോപൻ തന്ത്രികൾ നിർവഹിച്ചു. വശീകരണത്തിന് വേണ്ടി ഇപ്രകാരം ബോധപൂർവം കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നതോടൊപ്പം തന്നെ ബോധാനന്ദ സ്വാമി പറഞ്ഞ മറ്റൊരു കാര്യം, ബോധാനന്ദ സ്വാമി പറഞ്ഞത് നമ്മുടെ ക്ഷേത്രങ്ങൾ ജാതിയെ നിലനിർത്തുന്ന സ്ഥാപനങ്ങളാണ്, അതുകൊണ്ട് നമുക്ക് ക്ഷേത്രങ്ങൾ വേണ്ട. ാണ് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുന്നതിനായി ശ്രീനാരായണ ഗുരുദേവൻ എത്തിച്ചേർന്നിട്ടുണ്ടെന്ന വാർത്ത ബോധാനന്ദ സ്വാമി അറിയുന്നത് ബോധാനന്ദ സ്വാമി തൻ്റെ ശിഷ്യരോടൊപ്പം തലശ്ശേരിയിൽ ചെല്ലുകയും തലശ്ശേരിയിലെ ഓരോ തീയ ഭവനങ്ങളും കയറി ഇറങ്ങി
ബോധാനന്ദ സ്വാമി ഒരു പ്രചാരം നടത്തി. ആ പ്രചാരം നിങ്ങളാരും ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിനോ അവിടുത്തെ മറ്റ് കർമ്മങ്ങളിലോ സഹകരിക്കരുത് എന്നായിരുന്നു. തുടർന്ന് നടന്ന പഞ്ചലോക വിഗ്രഹ സമർപ്പണ കർമ്മവും നിർമ്മിതമായ ഗുരുദേവ പ്രതിഷ്ഠയോടുകൂടിയ ക്ഷേത്ര സമർപ്പണവും ആലുവ അദ്വൈതാശ്രമം മഠാധിപതി ശ്രീമദ് ധർമ്മ ചൈതന്യ സ്വാമികൾ നിർവഹിച്ചു. തുടർന്ന് ശാഖാമന്ദിര ഹാളിന്റെ ഉദ്ഘാടനം അമ്പലപ്പുഴ SNDP യൂണിയൻ പ്രസിഡന്റ് ഹരിദാസും നിർവഹിച്ചു. ശാഖാമന്ദിര ഓഫീസിന്റെ ഉദ്ഘാടനം യൂണിയൻ സെക്രട്ടറി KN പ്രേമാനന്ദനാണ് നിർവഹിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അവകാശ സമര പോരാട്ടങ്ങളുടെ സ്മരണകളുമായി നാടെങ്ങും തൊഴിലാളി ദിനാചരണം. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ റാലികളും പൊതുസമ്മേളനങ്ങളും. കടുത്ത വേനൽ ചൂടിൽ പൊതുജനങ്ങൾക്ക് ആശ്വാസവുമായി കഞ്ഞിക്കുഴി പഞ്ചായത്ത്. കഞ്ഞിക്കുഴിയിൽ ന്യായവില കുടിവെള്ള പാർലർ തുറന്നു. മരങ്ങളെയും അതുവഴി മനുഷ്യരെയും സ്നേഹിക്കുന്നവരായി പുതിയ തലമുറ മാറണമെന്ന് ചലച്ചിത്ര താരം അനൂപ് ചന്ദ്രൻ. ആലപ്പുഴ വണ്ടാനത്ത് വാഹനാപകടത്തിൽ 2 ജീവൻ പൊലിഞ്ഞു. മരിച്ചത് ചേർത്തല അരീപ്പറമ്പ് സ്വദേശികളായ യുവാവും യുവതി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.